ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുധിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നാട്ടിലെ കിടഞ്ഞിയിൽ ചെറുകണ്ടി കഞ്ഞിപ്പുരയിൽ തന്നെ കഞ്ഞിക്കുളി നടക്കുന്ന ചടങ്ങിലെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മളെ ചെറുപാരും കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചക്ക മുറിച്ചിടുന്നൊക്കെ ആയിരുന്നു. ഇതാ ഇവർ രണ്ടുപേരും ഇവിടുന്ന് കഞ്ഞി ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ 2 പാർട്ടുകളായിട്ട് സംപ്രേഷണം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നേരിട്ടും ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവർ 4 പേരാണ് കഞ്ഞിക്കുളിയിൽ പങ്കെടുത്തവർ. ഇവർ നേരെ ഇവിടെ നിന്ന് യാത്ര ചെണ്ടയാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതിന് ശേഷമാണ് അവർ കൊട്ടൂരേക്ക് യാത്ര ചെയ്തത്. ഇതാ ഇവിടെ ഇല ചെറിയ കഷ്ണം ഇലകളൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ പാത്രങ്ങളിൽ വെച്ച് അത് കഞ്ഞിക്കുളിയിൽ പങ്കെടുത്തവർ ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ ചെറിയ കഷ്ണം ഇലേൻ്റെ മുകളിൽ കഞ്ഞി കുടിക്കാനുള്ള പാത്രം വെച്ച് അവരെല്ലാവരും ഒരേ സമയത്ത് ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കും. ഈ കഞ്ഞിക്കുളിയിൽ പങ്കെടുക്കുന്നവർ ദിവസങ്ങളോളം വ്രതം എടുത്തുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതേ തൊട്ടപ്പുറത്തൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ്. കുപ്ലിച്ച് തുപ്പുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൊട്ടിയൂർ പോകുന്ന ആളുകളുടെ ഒരു സവിശേഷതയാണ്. ഇതുണ്ടോ, എല്ലാവരും കുപ്ലിച്ച് തുപ്പുന്നൊരു ചടങ്ങാണ്. ഇവിടെ തണ്ടിയാൻ എന്ന് പറയുന്ന ആളുകൾ വിത്തില കൊടുക്കുന്നൊരു ചടങ്ങും ഇവിടെ നടക്കുകയാണ്. ഇതാ തൊട്ട് ബേക്കിലായിട്ട് നമ്മുടെ തണ്ടിയാൻ എന്ന് പറയുന്ന ആൾ വിത്തില കൊടുക്കുന്നൊരു ചടങ്ങും കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ഇതാ എല്ലാവരുടെ കയ്യിലും വിത്തില കൊടുക്കുകയാണ്. വിത്തില അവർ ചമക്കണം എന്നാണ് ഇതിൻ്റെ ഒരു ആചാരം. അങ്ങനെ നമ്മൾ കഞ്ഞിക്കുളിയിൽ പങ്കെടുത്ത ആളുകളുടെ ഭക്ഷണം കഴിഞ്ഞു. അവർ എല്ലാ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അവർക്ക് പ്ലേറ്റൊക്കെ കഴുകി അവർ തന്നെ എടുത്തു കൊണ്ടുപോയി കഴിക്കാവുന്നതാണ് ഇവിടെയുള്ള ചടങ്ങ്. എൻ്റെ പേരെന്നാ? സ്പൂണാ? ഇതാണ് സ്പൂണ്. ഇതാണ് സ്പൂണ്. ഇത് സ്പൂണല്ല, ഇതിൻ്റെ പേരാണ് പിലാല. പറഞ്ഞ പിലാല. നിങ്ങളുടെ സ്പൂണല്ലത്, പിലാലയാണ്. എന്താ പേര്? പിലാല. അങ്ങനെ എല്ലാവരും കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഇതവിടെ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞു, ഇലവെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി അവർ നമ്മൾ പിലാല കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ട്, എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇനി കഞ്ഞിയും പുഴുക്കും അടിക്കാൻ വേണ്ടി പോവാണ്. ശരി.
വിളമ്പുന്ന കാണീരല്ലേ വിളമ്പുന്ന ഇതാണ് നമ്മൾ പറഞ്ഞ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പിലാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പിലാല. ഇത് വെച്ചിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാം. എന്താ കുഴിക്കൊന്നുമില്ല, കുഴിക്കിപ്പം വരും. ഇത് വെച്ചിട്ട് നമ്മൾ കഞ്ഞി ഓക്കെ. അപ്പം അങ്ങനെ എല്ലാവരും ഇതാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ചക്ക. ഓക്കെ തരുവാൻ ചമ്മന്തി വേണേ. അപ്പൊ ഇതാണ് നമ്മുടെ ചമ്മന്തി. ചമ്മന്തി വെളുപ്പ് ചെറുവാര്. ഇതാണ് നമ്മളെ മാങ്ങാ ചമ്മന്തി ഉണ്ടാവും. ഓക്കെ ഇവിടെ ചമ്മന്തി. ഓക്കെ റെഡി. ഓക്കെ അല്ലേ? ഇതും ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിലുള്ള ആളുകൾക്ക് ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതും ഒരു ചടങ്ങാണ്. അങ്ങനെ നമ്മുടെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവർ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോവാണ്. മുതിർന്ന ആളുകൾക്കൊക്കെ ഇവർ ദക്ഷിണ നൽകിക്കൊണ്ടാണ് ഇവിടുന്ന് യാത്ര തുടരുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കൊടുത്തോ അങ്ങോക്ക് എന്നെ നോക്കണ്ട, ക്യാമറ നോക്കറ്. ക്യാമറ എന്നെ നോക്കണ്ടേ, എന്നെ നോക്കണ്ട, ഓനെ നോക്കോ. റെഡി കഴിഞ്ഞു. അപ്പം നമ്മളെ ചങ്ങായിമാരെ, കിടഞ്ഞിയിലെ ചെറുവണ്ടി കഞ്ഞിപ്പുരയിൽ നടക്കുന്ന കഞ്ഞിക്കുളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട് 2 ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. എന്തായാലും 2 ഭാഗങ്ങളും നല്ല പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഞങ്ങൾ വീഡിയോകൾ കാണും, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തായാലും
ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.